ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് ഒരു പൊടിമുട്ട ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തൊലി പൊളിച്ചിട്ട് അത് നടു കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മല്ലിയും കുരുമുളകൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അത് തൊലിയോട് കൂടി തന്നെ നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ധാരാളം കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കരിവേപ്പില ഒന്ന് ഡ്രൈ ആയിട്ട് വരണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മസാലകൾ ചൂടാറി വരട്ടെ. ആ സമയത്ത് ഞാനൊരു പാനിലേക്ക് കുറച്ച് കടലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ മസാല ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെയാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് കരിവേപ്പില ഞാൻ ക്രഷ് ചെയ്യാണ്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തത്. ഇനി നമ്മുടെ ഇപ്പോൾ മുട്ട ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുട്ടയുടെ മേലെ നന്നായിട്ട് വിതറി കൊടുക്കുക. അപ്പോൾ ഇത് 3-4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഈ മസാലയൊക്കെ ഈ പൊടി നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിലൊക്കെ നന്നായിട്ട് കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം. ഞാനിവിടെ കടലെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ കിടന്ന് നന്നായിട്ട് ഈ മുട്ടയുടെ മേലെ നന്നായിട്ട് വരണ പോലെ തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് ഈ പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ഈ പൊടി ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊടിയൊക്കെ മുട്ടയുടെ 2 സൈഡിലും കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിതിൽ എണ്ണ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ പൊടി നന്നായിട്ട് മൊരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ പൊടിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.